ഹലോ മൈ ഡിയർ സോൾമേറ്റ്സ്, എന്ത് സന്ദേശമാണ് നമുക്ക് തരാനുള്ളത് എന്ന് നമുക്ക് ഭദ്രകാളി അമ്മയോട് ചോദിക്കാം. എല്ലാവരും മനസ്സിൽ അമ്മയെ പ്രാർത്ഥിക്കുക. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു വ്യക്തി തന്നെ പല തവണയായിട്ട് ചീറ്റ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ കുറേ അവസരങ്ങൾ കൊടുത്തു, പക്ഷേ അവരെ മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്തു. ഓക്കെ, നിങ്ങളുടെ കയ്യിൽ നിന്ന് നിങ്ങളുടെ പണം സ്വർണ്ണമൊക്കെ നഷ്ടപ്പെട്ടതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ നിന്ന് സ്വർണം ഒരുപാട് പോയിട്ടായിട്ടും നിങ്ങൾ അതിൽ ഒരുപാട് നാളായിട്ട് വിഷമിച്ചിരിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, വിശ്വാസവഞ്ചന വാക്കുകൾ കൊണ്ട് ഇന്ന കാര്യങ്ങൾ നടത്തിത്തരാം എന്ന് പറഞ്ഞ് ആൾക്കാരെ പറ്റിച്ചതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ അവരിൽ ഒരുപാട് വിശ്വാസം ബ്ലൈൻഡായിട്ട് ട്രസ്റ്റ് ചെയ്തതിൻ്റെ കാരണം അവർ നിങ്ങളെ ഒരുപാട് മുതലെടുത്തതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അവർ നിങ്ങളെ ഒരുപാട് മിസ്യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അവിടെ നിന്ന് ഇപ്പോൾ നിങ്ങളെ ഒരുപാട് മുതലെടുത്തു. അതുകൊണ്ട് ഇനി നിങ്ങൾ അതിനൊന്നും നിന്ന് കൊടുക്കുന്നില്ല. ഓക്കെ, അത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് മനസ്സിലായി തുടങ്ങി നിങ്ങളുടെ സ്ഥാനം എന്താണ്. ആ വ്യക്തിയുടെ മനസ്സിൽ എന്താണ് നിങ്ങളുടെ സ്ഥാനം എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഈ ഒരു സമയം എല്ലാ കാര്യത്തെക്കുറിച്ചും നിങ്ങൾ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കി. ഈ ഒരു റിലേഷൻഷിപ്പ് എങ്ങനെയാണ് ബ്രേക്കപ്പ് ആയത് എന്നും അതിൽ എനിക്ക് ഉണ്ടായിരുന്ന സ്ഥാനം എന്തായിരുന്നു എന്നും എല്ലാം എനിക്ക് മനസ്സിലാക്കി. അമ്മ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുകയാണ്. ഈ ഒരു സന്ദർഭത്തിൽ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഒരുപാട് ആത്മാർത്ഥത കാണിച്ചു അല്ലേ? അതിലൊന്നും നിങ്ങൾക്ക് വില തന്നില്ല. നിങ്ങൾ അവിടുന്ന് പോകേണ്ടി വന്നു. അതൊക്കെ എന്തുകൊണ്ടായിരുന്നെന്ന് നിങ്ങൾക്ക് തന്നെ വ്യക്തമായ കാര്യങ്ങൾ അറിയാലോ. നിങ്ങളുടെ സിറ്റുവേഷന് അറിയാലോ. പിന്നെയും താന്നു കൊടുത്തു, ഒരുപാട് അവസരങ്ങൾ കൊടുത്തു. വിശ്വാസവഞ്ചന എന്ന് പറയുന്നത് വലിയൊരു വിഷമമായിട്ട് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഇങ്ങനെ കിടപ്പുണ്ട്. ആ ഒരു മുറിവ് ഉണങ്ങാതെ തന്നെ നിങ്ങളുടെ മനസ്സിൽ കിടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ അവർ നിങ്ങളെ മനസ്സിലാക്കി, പക്ഷേ നിങ്ങൾ അതിലൊന്നും അവരുടെ ചതിക്കുഴിയിലൊന്നും ഇപ്പോൾ പെടാൻ താല്പര്യപ്പെടുന്നില്ല. അതൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി നമുക്ക് ജോലിപരമായിട്ടുള്ളത് ഫിനാൻഷ്യലി ഒക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ പറയുന്നത് നമ്മൾ ഫിനാൻഷ്യലി കുറച്ചും കൂടി സ്റ്റേബിൾ ആവാൻ പോവുകയാണ്. ഓക്കെ, കുറേ കൂടെ കഴിയുമ്പോഴത്തേക്കും നല്ല കച്ചവടം നടക്കാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുന്നൊരു സാഹചര്യമാണ് ഉള്ളത്. സാമ്പത്തികപരമായ ഉയർച്ചകൾ, പിന്നെ പലയിടത്തു നിന്നും നിങ്ങൾക്ക് സഹായങ്ങൾ, അതായത് അന്യദേശത്തു നിന്നുള്ള സഹായങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നുള്ളൂ. അതുപോലെ നിങ്ങൾക്ക് മെൻ്റൽ സപ്പോർട്ട് കിട്ടുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് പുതിയ ഐഡിയാസ് പറഞ്ഞു തരാനായിട്ട്, ബിസിനസ്സിന് വേണ്ടുന്ന ഐഡിയാസ് എങ്ങനെ ഗ്രോ ചെയ്യാം, അല്ലെങ്കിൽ പുതിയ ഒരു ബിസിനസ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം എന്നൊക്കെ ആൾക്കാർ പറഞ്ഞു തരും. ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു വലിയൊരു ഹ്യൂജ് എമൗണ്ടൊക്കെ ഒറ്റയടിക്ക് തന്നെ നിങ്ങളുടെ കയ്യിലോട്ട് വന്നു ചേരാനുള്ളൊരു സാധ്യത ഉണ്ട്. അതുപോലെ തന്നെ കൃഷി, അങ്ങനെ ഈ കന്നുകാലി വളർത്തുന്ന ആൾക്കാർക്കുമൊക്കെ കുറച്ചും കൂടെ ഒരു ബെറ്ററായിട്ടുള്ളൊരു ഇത് കാണുന്നുണ്ട്. പിന്നെ പറയുന്നത് പുതിയ പല പരീക്ഷണങ്ങൾ നിങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നടത്തിയിട്ട് നിങ്ങൾ ഒരു അടുത്തൊരു സക്സസ്സിലോട്ട് നിങ്ങൾക്ക് പോകണം എന്നുള്ളൊരു അതിയായ ഒരു ആഗ്രഹം, പ്രത്യേകിച്ച് ഈ എക്സാം ഒക്കെ ട്രൈ ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ അവർ ഇങ്ങനെ പുതിയ പരീക്ഷണങ്ങൾക്ക് നിങ്ങളെ ഇങ്ങനെ വിട്ടുകൊടുക്കുന്നുണ്ട്. നിങ്ങൾ പല ടെക്നിക്കൊക്കെ ഉപയോഗിച്ച് നിങ്ങളെങ്ങനെ സക്സസ്സിലോട്ട് എത്താമെന്നുള്ളൊരു നിങ്ങളൊരു ഗൂഢാലോചനയിലാണെന്ന് നിങ്ങളുടെ ലൈഫിനെ തന്നെ ഇങ്ങനെ വിട്ടുകൊടുക്കുകയാണ്. യൂണിവേഴ്സ് കുറച്ചും കൂടെ നിങ്ങളിലേക്ക് അടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സമയം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ദൈവികപരമായിട്ടും നിങ്ങൾ അമ്പലത്തിലൊക്കെ സ്ഥിരമായിട്ട് ഇങ്ങനെ പോകാൻ താല്പര്യപ്പെടുന്നു. അതുപോലെ തന്നെ ഐശ്വര്യം നിങ്ങളുടെ ലൈഫിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നിങ്ങൾ ഇനി സ്ഥിരമായിട്ട് അമ്പലത്തിൽ പൊക്കോളൂ. ഓക്കെ, അമ്മയുടെ എപ്പോഴും ഒരു സാന്നിധ്യമുണ്ട്, എൻ്റെ ഒരു സാന്നിധ്യമുണ്ട് എപ്പോഴും. നിങ്ങൾ എല്ലാ കാര്യവും നല്ലതിന് വേണ്ടി എന്ന് മാത്രം വിചാരിക്കുക. നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ട് മാത്രമായിരിക്കും എല്ലാം സംഭവിക്കുന്നത്. ഒരിക്കലും ധൈര്യം കൈവിടാതിരിക്കുക. ഓക്കെ, നിങ്ങൾ ഒരു കാര്യത്തിലും അമിതമായിട്ട് ചിന്തിച്ച് രാത്രി മൊത്തം ഉറക്കം കളഞ്ഞിരിക്കേണ്ട സമയം അല്ല
ഓക്കെ, നിങ്ങൾക്ക് ഏതായാലും ഒരു നല്ല സമയമുണ്ട്. നിങ്ങൾ എല്ലാ കാര്യത്തിലും എല്ലാത്തിനും കുറവ് എന്തിനാ പറയുന്നത്? എല്ലാത്തിനും കുറ്റം കണ്ടുപിടിക്കാതിരിക്കുക. ഓക്കെ, എല്ലാം ഇപ്പോഴും പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കണം എന്നൊന്നുമില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴും ഈ ഒരു ചെറിയൊരു വാശിയൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനെ ഇരുന്നാലേ ശരിയാവുള്ളൂ, അല്ലെങ്കിൽ ഇത്ര സമയത്തേ പറ്റുള്ളൂ, അതൊക്കെ ഒന്ന് മാറ്റി വെക്കുക. ഓക്കെ, കുറച്ചും കൂടി ലൈറ്റ് ആവുക. ഒരുപാട് ഓവർ ടെൻഷൻ എടുത്ത് തലയിൽ വെക്കണ്ട. ഒറ്റയ്ക്ക് ജോലി ചെയ്യുന്നത് നിർത്തുക. ഓക്കെ, എല്ലാവരും കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാനും കൂടെ ഒന്ന് ശ്രമിക്കണം. പിന്നെ നിങ്ങൾ ഇങ്ങനെ രാവിലെ തന്നെ എഴുന്നേറ്റ് നെഗറ്റീവ് ഒന്നും പറയാണ്ടിരിക്കുക. ദേവിയെ നന്നായിട്ട് പ്രാർത്ഥിക്കുക. ഒന്ന് ഈശ്വരാധീനം ഉള്ളതായിട്ട് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഈശ്വരാധീനം നല്ലതായിട്ട് വരുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ ജീവിതത്തിലൊരു പുതിയൊരു വെളിച്ചമായിട്ടാണ് അമ്മ വരുന്നുണ്ട്. ഈ അമ്മയോട് പേടിക്കേണ്ട, മുടങ്ങിക്കിടന്ന പല കാര്യങ്ങളും വീണ്ടും അത് റീസ്റ്റാർട്ട് ആവാനുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. നിങ്ങളെ പരിഗണിക്കാത്ത ആൾക്കാർ, നിങ്ങളെ കണ്ട് ചിരിക്കാത്ത ആൾക്കാർ ഒക്കെ മാറും. സിറ്റുവേഷൻസ് ഒക്കെ മാറുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. സോ നിങ്ങൾ അതുകൊണ്ടൊന്നും പേടിക്കേണ്ട കാര്യമില്ല എന്നാണ് അമ്മ ഇവിടെ പറയുന്നത്. ഓക്കെ.